ഹലോ, ഗുഡ് മോർണിംഗ്. വാ വേഗം പോയി കുളിച്ച് വല്ലതും കഴിക്കാം കേട്ടോ. കോളേജിൽ പോകണ്ടേ? എന്തൊരു കഷ്ടപ്പാടാ എൻ്റെ ദൈവമേ. രാവിലെ ഇതാ ഉപ്പുമാവാണ് കേട്ടോ കുത്തി കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ അങ്ങനെ രാവിലെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല ഇന്ന്. ചപ്പാത്തിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പിന്നെ ഉപ്പുമാവിൽ അങ്ങ് നടത്തി. അപ്പോൾ അതാ ഇനി ഇച്ചിരി മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് നമുക്ക് പോകാൻ ഒരുങ്ങണ്ടേ. ഞാൻ എന്താ ഇത്ര ഗൗരവമായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട് ഗൈസ്. എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. ഇപ്പോൾ കണ്ടോണം, എനിക്കങ്ങനെ തോണ്ടി ഇരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മൊത്തം കൂടെ വാരി ഇപ്പോൾ തേക്കുന്ന കണ്ടോണം. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിങ്ങനെ മേക്കപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതിൻ്റെ കുറവ് എൻ്റെ മുഖത്തൊക്കെയൊക്കെ കാണാറുണ്ട്. എന്നാലും എനിക്കതൊരു കുറവായിട്ട് തോന്നുന്നില്ല. ഞാനൊരു സുന്ദരിയല്ലേ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടിഫിൻ ബോക്സ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഹോസ്റ്റലിലാകുമ്പോഴത്തേനേ. ഇനി നമുക്ക് ഇച്ചിരി കണ്ണൊക്കെ എഴുതി നോക്കാം. ആർക്കൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കണ്ട മുഖം വെച്ചിട്ട്. ഞാനിങ്ങനെ എൻ്റെ കണ്ണും കൈയും മാത്രം വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് എൻ്റെ മുഖവും കൂടെ വർക്ക് ചെയ്യാറുണ്ട് ചില സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ വർക്ക് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ കണ്ണെഴുതുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ കാണാം. അങ്ങനെ ഇച്ചിരി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇനി നമ്മളുടെ മെയിൻ ടാസ്കിലേക്ക് കടക്കുകയാണ്. ഈ കാർക്കൂന്തലൊന്ന് സെറ്റപ്പ് ആക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ടാസ്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എനിക്ക് ഈ പണി അറിയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ നനഞ്ഞ മുടി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ട് സൈഡിലോട്ടൊക്കെ വെച്ച് പൊട്ട് കുത്താൻ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ ഒട്ടിക്കുന്ന പൊട്ടിൻ്റെ ആളാണ്. ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒട്ടിക്കുന്ന പൊട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ പൊട്ട് എന്തായാലും വേണമല്ലോ. നമുക്കറിയാവുന്ന രീതിയിലൊരു പൊട്ടുമൊക്കെ കുത്തി അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. സുന്ദരിയായില്ലേ, അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ ഒരുങ്ങി എന്നെ തന്നെ ഞാനൊന്ന് ചിരിച്ചൊക്കെ കാണിച്ച്, മോളെ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എല്ലാം റെഡിയാക്കാം എന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട. ഇനി നമ്മൾക്ക് ബാഗും ഒക്കെ എടുത്ത് അങ്ങ് പോകാം. ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളത് മുഖത്ത് കാണിക്കരുത്. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് എൻ്റെ റൂമാണ് കേട്ടോ, ഹോസ്റ്റൽ റൂം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.